ഹലോ. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും നോമ്പൊക്കെ? അപ്പോൾ നമുക്ക് ഒമ്പതാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ നോക്കിയാലോ. മക്കൾക്ക് ഫില്ലിങ്സ് വെജിറ്റബിൾസ് കൊടുത്താൽ കഴിക്കൂല കേട്ടോ. അപ്പോൾ ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക തരം മസാല ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണ്. കുട്ടികൾ നല്ലോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിന്ന് ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. തട്ടിക്കൂട്ട് ബിരിയാണിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ. ഇത് എൻ്റെ ബ്രദർ എനിക്ക് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അവന് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് ഇത്. ഉണ്ടാക്കുന്ന ടൈമിൽ ഭയങ്കര സ്മെല്ലാട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉള്ളിയൊന്നും വഴറ്റണ്ട. ഇങ്ങനെ മിക്സാക്കി വെച്ചതിന് ശേഷം നമുക്ക് അരി ഊറ്റിയിട്ട് അങ്ങനെ വെച്ചിട്ട് ദം ചെയ്തെടുത്താൽ മതി. പിന്നെ ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് സ്പ്രിംഗ് റോൾ ഷീറ്റിലാട്ടോ മസാല ഉണ്ടാക്കണത്. അപ്പോൾ ഈ മസാല അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഉണ്ടാക്കി വെച്ചു. ബിരിയാണി അതേപോലെ മസാലയൊക്കെ ആക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾക്ക് നമ്മൾ അരി ഊറ്റിയിട്ട് അങ്ങനെ ദം ചെയ്തെടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണി ആക്കി വെച്ചു. ഞാൻ